എന്താണ് ചിന്തിക്കുന്ന? നാശം. വെറുതെ 3 കൊല്ലം നഷ്ടമായത്. നീ എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ല, ആർക്കൊന്നും മനസ്സിലാകൂല. വെറുതെ 3 വർഷവും നഷ്ടമായത്. എന്റെ വഞ്ചിയും വലയും ഇപ്പൊ ആരുടെ കയ്യിലാണോ തമ്പുരാൻ അറിയാം. അത് കിട്ടിയിരുന്നെങ്കിൽ കടലിൽ പണിക്ക് പോകാനും. എടാ പത്രു, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തായി പറയണത്? കടലിൽ പണിക്ക് പോകാൻ പോണേണോ നീ? എടാ ജോണെ, ഈ പത്രമൊക്കെ എന്ത് പറ്റിയടാ? എന്താണത്? എന്നെ വെറുതെ വിട്, ഞാൻ പോകേണ് മീൻ പിടിക്കാൻ. ഇനി ഈശോയുടെ പേരും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാ അവര് നമ്മളെ പണിക്കിടും. അതുകൊണ്ട് ഇനി ഞാനൊന്നിനുമില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഈ 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് വീർപ്പ് കൂട്ടാൻ എനിക്കിന് വയ്യ. ഞാൻ പോണ്. പതുക്കെ. അമ്മ ഇപ്പൊ ഒന്ന് മയങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളവിടെ അതുമിതും പറഞ്ഞ് സ്വരമുണ്ടാക്കിയ അമ്മയുടെ ഉറക്കം പോവും. പാവം, 3 ദിവസമായി ഉറങ്ങിയിട്ട്. തേങ്ങൽ അടങ്ങിയിട്ടില്ല. എങ്ങനെ അടങ്ങും? അതുപോലെയല്ലേ എല്ലാം സംഭവിച്ചത്. ഒന്നും ഓർമ്മയില്ലാത്തത് പോലെയല്ലേ നിങ്ങളുടെയൊക്കെ പെരുമാറ്റം. നിങ്ങളൊക്കെ മനുഷ്യരാണോ? നിങ്ങളൊക്കെ ഈശ്വര സംഘങ്ങളായിരുന്നില്ലേ? 3 കൊല്ലമായിട്ട് നിങ്ങൾ നിങ്ങളെ പോലെ കൂടെ ഉണ്ടാവുന്നവരല്ലേ? ആ നിങ്ങൾ തന്നെയാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. എടാ ജോണെ, ഈശോയെ അവർ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് മുട്ടുതുണി പോലും ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞില്ലേ നീ? എടാ പത്രോ, തീ കാണുകൊണ്ടിരിക്കുമ്പോ നീ വെറും ഒരു വേലക്കാരി പെണ്ണിന് മുമ്പില് ഈശോ അറിയില്ല എന്ന് പോലും പറഞ്ഞില്ലേ? നീയൊക്കെയാണോ സംഭവം? വേറൊരുത്തനുണ്ടായിരുന്നു, തോമ. ഈശോയുടെ കൂടെ പോയി മരിക്കാമെന്ന് വീരവാദം മുഴക്കിയവൻ. അവന് കൂടി പോലും കാണാനില്ല. മേരി, ഇതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയവരോ പോയി. നമുക്കിനി ജീവിക്കണ്ടേ? ഇങ്ങനെ മുറിയടച്ചിട്ട് ഒളിച്ചിരിക്കാൻ ഇനി ഞാനില്ല. ഞാൻ പോകേണ്. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്കും. എനിക്ക് വിശന്നിട്ട് കണ്ണാണാൻ വയ്യ. വാടാ, നമുക്ക് വല്ലതും കഴിക്കാം. ഈ സമയത്ത് നിനക്ക് എങ്ങനെ കഴിക്കാനാണെന്നുണ്ടാവും? എടാ, മീൻ വറുത്തവരും ഉണ്ടാവോ? വാ നോക്കാം, വല്ലതും കാണുമായിരിക്കും. വിശപ്പിന്റെ വെളിയിൽ തളർന്ന 5000 പേർക്ക് അവൻ 5 അപ്പം വീതിച്ചു നൽകിയത്. എന്നേക്കുമായി ഇരുൾ വീണുപോയ കണ്ണുകളിൽ അവൻ പ്രകാശം ചൊരിഞ്ഞത്. മരുന്നുകൾ പോലും തോറ്റുപോയ എത്രയോ കുഷ്ഠരോഗികൾക്കാണവൻ സൗഖ്യമേകിയത്. ഇതൊക്കെ പോട്ടെ, ശവപ്പെട്ടി ഒരുക്കി നീ കാത്തിരുന്ന നിന്റെ അമ്മായിയമ്മ ഇപ്പൊ പയറ് പോലെ ഓടി നടക്കുന്നത് ആരുമൂലമാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? എന്തിന്? മരിച്ച് അழிഞ്ഞു തുടങ്ങിയ ലാസറിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് പോലെയല്ലേ അവൻ ഉയർപ്പിച്ചത്. നീ ഓർക്കുന്നോ അവൻ അപ്പോൾ പറഞ്ഞ വാക്കുകൾ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. ഇതിനൊക്കെ നീ സാക്ഷിയല്ലേ? എന്നിട്ടും നീ അവരെ മറന്നോ? നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അവൻ പോയില്ലേ എന്നേക്കുമായി. നിന്നോടൊപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. മേരി, ഈ കൊച്ചുകൾ പറഞ്ഞാൽ നീ എങ്ങോട്ടാ പോണേ? നമ്മുടെ ഈശോയുടെ കല്ലറയിലേക്ക്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല.
കണ്ടാൽ പോലും നിങ്ങൾ വേട്ടയാടിയ ആ നീസന്ത മത്സരം നിങ്ങൾ നടന്നുവിടുന്നില്ലല്ലോ. എനിക്കിതൊന്നും താങ്ങാനാവുന്നില്ല കർത്താവേ. നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? തോട്ടക്കാരനല്ലേ? നീയാണോ എന്റെ ഈശോയെ തട്ടിയെടുത്തത്? പറ, അവനെവിടെ? അവന്റെ ശരീരം നീ എന്ത് ചെയ്തു? എവിടെയാണ് നീ അവനെ മറവ് ചെയ്തത്? ആരും അറിയാതെ ഞാൻ അവനെ എടുത്തോണ്ട് പോകണം. ദയവ് ചെയ്ത് നീ എനിക്ക് പറഞ്ഞതാ. അവനെവിടെ? എന്റെ ഈശോ എവിടെ? മറിയം, മോനെ, പേടിക്കണ്ട. ഇത് ഞാൻ തന്നെയാണ്. നിരാശയുടെ കാണാക്കയത്തിൽ ആണ്ടുപോയ ദുഃഖത്തിലായിരിക്കുന്ന എന്റെ പത്രോയുടെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് നീ പോകണം. അവരോട് പറയണം, ഞാൻ നിങ്ങളുടെ ഈശോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നീ വേഗം പോ. ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കുക. എടാ ചോനെ, പത്രോ, എടാ നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റടാ. ദേ, ദേ എന്റെ ഈശോ, എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്റെ ഈശോ, ഞാൻ അവനെ കണ്ടു.
മറക്കാതെ